ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വ്ളോഗല്ല, നമ്മൾ ഇവിടുന്ന് വീട് മാറുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് വീഡിയോസാണ് നമ്മളെ വ്ളോഗിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള പണി എന്താ വെച്ചാൽ ഇവിടുത്തെ ഡ്രസ്സും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന വീഡിയോ ഇന്ന്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ നമ്മൾ വീട് എടുത്തെടുത്ത് നമുക്ക് പോയിട്ട് ക്ലീൻ ആക്കാനുണ്ട്, കുറേ പരിപാടികളുണ്ട്. പക്ഷെ ഇവിടെയാണ് കൂടുതൽ പണി വരുന്നത്. കാരണം ഓരോ ഡ്രസ്സും മടക്കിയാണ്ട് കവറിലാക്കാണ്ട്, അതേപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, പാത്രങ്ങൾ, അല്ലറ ചില്ലറ സാധനങ്ങൾ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒതുക്കി. ഇപ്പം നമ്മൾ ഇതാണ് ഉണ്ടോ അലമാരിൻ്റെ സാധനങ്ങളൊക്കെ കൊടുന്ന് ഇവിടെ വെച്ചിക്കണ്. പിന്നെ കുറച്ച് അവിടെ ഇവിടെ ഉണ്ട്. പിന്നത്തേക്ക് നമ്മളവിടെ വേസ്റ്റുകളാണ്, ആക്കി കൊണ്ടേ കൊടുക്കാനുള്ള സാധനങ്ങൾ. പിന്നെന്താ പറയുക, കുറേ ഈ ടേബിൾ ചുരുക്കാണ്ട്. പിന്നെ ഈ റൂമിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട്. ഇത് ഫുള്ള് പാക്ക് ചെയ്ത് റെഡിയാക്കണം. പിന്നെന്താ പറയുക, റൂമിൽ കട്ടിൽ നമ്മൾ സ്ക്രൂ ഒക്കെ കഴിച്ച് മുറിച്ചണം എന്നല്ല ഗൈസ്, അത് ഈ കാല് രണ്ടും മാറ്റിയിട്ടാണ്ട് വണ്ടി കൊള്ളുന്ന പാകത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇനി അലമാരയിൽ ഇനിയും ഉണ്ട് ഡ്രസ്സുകൾ ഗൈസ്. കാരണം ഞാൻ എന്താ ഇപ്പോൾ നിയന്ത്രിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ ഉണ്ടാകുക, മടക്കിൻ്റെ ഒറ്റേറിയിക്കാരം ഗൈസ്. അങ്ങനെ അതാണ് ഇന്നത്തെ പരിപാടിയൊക്കെ. നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കാരണം മിക്കവാറും അവിടെ പോയിട്ട് ക്ലീൻ ആക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതാണ്, ഇവിടെ റെഡി ആക്കണം. അതാണ് ഇന്നത്തെ വ്ളോഗ് അല്ലേ അപ്പൂസേ? എനിക്കൊന്നും പറയാല്ല, ഓക്കൊന്നും പറയാല്ല. അപ്പോൾ എന്താ ഇപ്പോൾ നമുക്കൊന്നും പറയാല്ല എന്നാണ് അപ്പൂസ് ഗൈസ്. അപ്പോൾ പിന്നെ സമയം ഇവിടെ ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഇതിലു അലക്കാല ഡ്രസ്സ് അലക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചില്ലറ പണിയുണ്ട് നമുക്ക്. ഇൻഷാല്ലാ ഒരു 11 മണിയാകുമ്പോഴത്തേന് പരിപാടിയൊക്കെ കഴിച്ചിങ്ങാണ്ട് പിന്നെ ഇവിടുത്തെ പണി ഫുള്ള് കഴിച്ച് സെറ്റാക്കി വെക്കണം നമുക്ക്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇൻഷാല്ലാ അവിടെ വീട് ക്ലീൻ ആക്കിയിട്ട് ഇവിടുന്ന് സാധനം പാക്ക് ചെയ്തിങ്ങാണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. അത് പിന്നെ ഇൻഷാല്ലാ വേറെ വീഡിയോയിലേക്കാണ് വരിക, ഇതിലല്ല വരിക. കാരണം ഇവിടെ തന്നെ അത്യാവശ്യം എന്താ നല്ല ലോങ് വീഡിയോക്കാരാണ് വരിക. കാരണം ഇവിടെ നിന്ന് പാക്ക് ചെയ്യണതും സാധനങ്ങൾ എന്താ കാട്ടുന്നതും ഒക്കെ എല്ലാ വീഡിയോക്കാരാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പാക്കിങ് തുടങ്ങട്ടെ കേട്ടോ അല്ലേ? ടാറ്റെടുത്താ സപ്പൂസ് പണി തുടങ്ങി. ഇതൊക്കെ പൊറുക്കി തിന്നാണ്. ഇപ്പൊ പണിയെടുക്കാൻ അയക്കൂല. എനിക്കില്ല വണ്ടിയല്ലേ ഇത്, ഇതാണ്ടോ ഇവിടെ വണ്ടി ഡോറൊക്കെ തുറയുന്ന വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോ ചെത്തിന് അതൊക്കെ എടുത്ത് തിന്നുന്നത്. അതാ എലി പോയി വണ്ടിയുടെ ആകെ വേസ്റ്റാണ്. അപ്പുഷിന്റെ ലംബോക്കിനിയാണ് ഇത്, ലംബോക്കിനി. അപ്പോൾ ഇതൊക്കെ കത്തിക്കാല സാധനങ്ങളാണ്, കുറേ ഉണ്ട്. പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചട്ട വിൽക്കാനാണതേ. ചട്ട വിറ്റ പൈസ കിട്ടും അല്ലേ അപ്പുഷ? ഈ ചാക്കിൽ ഡ്രസ്സ് പാക്കാക്കണം. ഒരുപാട് പണികളുണ്ട്. ചാക്കിൻ്റെ കമ്മിയുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ചാക്ക് എക്സ്ട്രാ ഒരു രണ്ട് ചാക്ക് വേണ്ടിരുന്നില്ല. കുറേ ചാക്ക് വേണമല്ലോ കാട്ടുക. അപ്പോൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ടാകാം എന്താ ഗൈസ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് അങ്ങോട്ടും ഇല്ല. ഇന്ന് വീട് ഷിഫ്റ്റിങ് അത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറേ തലപ്പിരാന്തിലാണ്. എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ളത് ഒരു കൂട്ടം കിട്ടുന്നില്ല. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൂട്ടിയതായതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. ഇത്രയൊന്നും വാങ്ങിക്കൂട്ടാൻ പാടില്ല. ഇനി എൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമല്ലേ? അപ്പോ ഞങ്ങൾ വന്നപ്പോ ജൂലൈ എന്നോട് വെച്ച് പോവാണ്. ഇജുണ്ടോ? ഇജുണ്ടോ?
അപ്പോ ഇതിലോ എന്റെ കഴിഞ്ഞോ ചാക്കൊന്നും കാണാനല്ലോ ഗൈസ്. ഇതിന്റെ മേലെ നമ്മളെല്ലാ സാധനങ്ങളും വെച്ചിട്ട് കാരണം ആ ചട്ടകളും ചാക്കും ഒക്കെ ഇതിന്റെ മുകളിൽ അതൊക്കെ നമ്മളിത് പുറത്തേക്ക് ഇട്ടിക്കണ്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇട്ടിക്കണ്. പിന്നെ എന്താ പറയാ നമ്മള് ഡ്രസ്സൊക്കെ തിരുമ്പി കഴിഞ്ഞ് പാത്രം മൂറുണ്ട് ഗൈസ്. കുറെ പണികളുണ്ട്. എന്താ പറയാ ഇന്നലെ ഞാൻ ലേറ്റായി വന്നപ്പോൾ നേരെ വന്ന് പിന്നെ കുടിച്ചിന് കടന്നിക്കണം. ഇന്നലെ രാത്രി ഗൈസ് പിന്നെ ഇന്നലെ രാത്രി എടുക്കാൻ കരുതിയതാണ് ഈ പരിപാടി. അപ്പോൾ രാത്രി എന്താ പറ്റി നമുക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി കണ്ട് നമ്മൾ ലേറ്റായി. അപ്പം എന്താ ഭാഗത്തിന് നമുക്കൊന്നും പറ്റിയില്ല. അതിനല്ല അതുകൊണ്ട് ഇന്നലെ രാത്രി എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ രാവിലെ നീച്ചങ്ങാണ്ട് ഫുൾ പരിപാടി കഴിച്ചാന്നാണ് നമ്മൾ പരിപാടി കരുതിയത്. പക്ഷെ എന്ത് കഴിച്ച് അപ്പൂസ് ഒന്നാമത് അയക്കണില്ല. ഓളവിടെ ഒക്കെ എന്താ പറയുക ഇപ്പം ആ പൈപ്പിൻ്റെ കഷ്ണം കിട്ടിയപ്പോൾ അതിമ കൂടിയേക്കാണ്. അല്ലെങ്കിൽ നമ്മളെന്താ എടുക്കണത് അതന്നെ നോക്കുവാണോ? ശരിയല്ലേ? അതാണ് പറ്റി തരുന്നുണ്ട്. പറ്റിച്ചു ഗായ്സ്. എന്തിരിക്കാ പപ്പാനെ പറ്റിച്ചില്ലേ ജി? തന്നിട്ടോ ഗൈസ്. പറ്റിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വേസ്റ്റുകൾ കൊണ്ടുപോയി മേലെ കത്തിക്കണം. അപ്പൂസിൻ്റെ പമ്പേഴ്സ് ഉണ്ട് കത്തിക്കാൻ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്താ ഡ്രസ്സ് എന്ത് ചെയ്യുക കെട്ടിങ്ങാണ്ട് ചാക്കിലിട്ട് ഇവിടെ വെക്കട്ടെ ഗൈസ്. ചാക്കിൻ്റെ അടി കൂടെ പോകണം. ചാക്കിലിട്ടാണ് ഇത് കയറിയിരിക്ക് ഗൈസ്. പരിപാടി തുടങ്ങാണ്. ബിസ്മില്ല സ്റ്റാർട്ട് ചെയ്തിട്ടോ. അല്ല ഇങ്ങനെ ഇത് ഇങ്ങനെ പെട്ടിൽ കൊണ്ടുപോയാൽ മതി. അപ്പൊ അതതിന്റെ അരിക്കിടണ്ടേ? ഇതിന്റെ ഡ്രസ്സാള് ഇതിക്ക് ടീഷർട്ടൊക്കെ ഇടണം. അയക്കില്ല അയക്കിട്ടാണ്ട് ഇതിക്കില്ല. അപ്പുച്ചേ അപ്പുച്ചേ അപ്പുച്ച ഉണങ്ങിയിട്ടില്ലല്ലോ. ചൂടാറുമ്പോത്തിനോ ചാക്കിലിട്ടോണ്ടിരിക്കണ്. ചാക്കിലെ പ്രോസസ്സിംഗ് ആണ് നമ്മളിപ്പോ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പൂസ് നിങ്ങളിത് കാണുന്നുണ്ടോ? അപ്പൂസ് കാണുന്നുണ്ടോ? ഹെൽപ്പൊന്നും ചെയ്യണില്ലല്ലോ. അപ്പോ പറഞ്ഞമാതിരി 1-2 ഇത് അലക്കല്ലതാ. സോ ഗായ്സ് അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിയാനായിട്ടുണ്ട്. ഫുൾ ബിസി വർക്ക് ആയിരുന്നുണ്ട്. 2 ചാക്ക് കെട്ടി. പിന്നെ അപ്പൂസാണെങ്കിൽ അടങ്ങി തന്നെ നിൽക്കണില്ല. അപ്പം നമ്മളെ എന്താണ് മേശയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേറെ ചാക്കൊക്കെ ഇമ്പോർട്ട് ചെയ്തു ലാസ്റ്റ് കണ്ടോ. അപ്പോൾ ഫുൾ ക്ലീൻ ആയിരിക്കാണ്. ഇതിലിപ്പോൾ അതാ 3ാമത്തെ ചാക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും ഇജ്ജ് മൂത്രയിക്കോ ഇജ്ജ് ഇല്ല എന്നാണ്. അപ്പോൾ സോ ഗായ്സ് അപ്പം നമ്മളെ ലുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. സോ ഗായ്സ് എങ്ങനെയുണ്ട് ലുക്ക് ഉണ്ടോ കാണാന്? ഇത് വേറെ സാധനം കാശ് മനസ്സിലാവും. ടവലൊക്കെ ഉണ്ട് ബ്ലാക്ക്. ഇതെന്തിനാ വെച്ചാലേ ഇങ്ങനെ നിക്കാന് കോട്ടൊന്നും ഇട്ടില്ലേ? ഇതിങ്ങനെ വെച്ചിട്ട് അതല്ല നിക്കായാലും തലയിലിടാനാണ്. കുടിച്ചു കയറാൻ സുഖണ്ടോ? പപ്പനെ കണ്ടിച്ച് ലുക്ക് ചൊക്കുണ്ട് പപ്പ. നിങ്ങൾക്ക് മകൻ വീടുമാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ നിങ്ങൾക്കും മകൻ വീടുമാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മളെ കൂടെ ഉള്ളത് അപ്പൂസ് ആണ് ഉള്ളത്. അപ്പൂസിന് എന്താണ് പറയാനുള്ളത്? പോയി കളി നടന്നത് അതന്നെ പറയാ. മൂത്ത് എന്താ ചൂടെടുക്കേണ്ടതിട്ടുണ്ട്. അല്ല ഇന്ന് വൈകുന്നേരമുള്ള ദൂരം. അപ്പൊ ഗായ്സ് വീട് മാറാൻ വിളിക്കൂ.
97979746229933. അല്ലേ ഊരണ്ടേ വൈകുന്നേരം ഊരാ മതി. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഊരാൻ പോവാണ്. കാരണം ഈ ലുക്ക് നമ്മള് ചുർക്ക് കാണാൻ വേണ്ടിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടത്. അതൊക്കെ എന്തേ പറയണ്ടോ എന്തോ പറയാൻ കൊണ്ടുവന്നില്ല. അതല്ല നിങ്ങളെന്തോ പറയാൻ കൊണ്ടുവന്നില്ല. പോയി ക്ലീൻ ഇതാക്കി. അപ്പൊ നിങ്ങളെന്താ ഞാൻ കോട്ടൂരല്ലേ എന്തേ കോട്ടൂരല്ലേ. സോറി ഗൈസ്, കൊടൂരമായിട്ടുള്ള എൻ്റെ എന്താ പറയാ എന്നെ ടോർച്ചർ ചെയ്യാണ്ട് ദിലു വെരി അങ്കോസായി ഞാൻ. അപ്പോ ഏത് ഏതിനെ കെട്ടാന് ഒന്നെ കെട്ടിയ ഇവിടെ മാറിയിട്ടില്ല. ഞാൻ അവ കെട്ടാനാ. അങ്ങനെ ഗായ്സ് നമ്മള് കത്തിക്കാൻ വേണ്ടി പോവാണ്. മേലെ കുറെ വേസ്റ്റും കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണ് ഒഴിവാക്കുമ്പോ ഒക്കെ മാണ്ടാത്ത സാധനങ്ങളല്ല അപ്പൂസെ. ഒരു അപ്പൂസ് അടങ്ങിയിട്ടുള്ള ഗായ്സ്. സംഭവം എന്താ പറയാ, പെട്രോളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, പെട്രോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി മേലെ പോയിട്ട് കത്തിക്കണം. അപ്പൂസിന് ഹെൽപ്പറിൻ്റെ കൂടെ വെച്ചാൽ അപ്പൂസാണുള്ളത്. അപ്പൂസ് ഇപ്പോൾ ഒന്നും മുണ്ടൂല ഗൈസ്. ഞാൻ നോക്ക് ലൈറ്ററൊക്കെ വാങ്ങണമല്ലോ കയ്യിൽ എറിഞ്ഞ് പൊട്ടിച്ചാനാണ്. ഓ കുഴങ്ങി അപ്പോ കുഴങ്ങി ഗൈസ്. കണ്ടോ ഇവിടെ മാങ്ങയുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കുറേ മാങ്ങയുണ്ട്. അപ്പോൾ വണ്ടി താഴത്തെ നിർത്തി കഴിഞ്ഞാലൊക്കെ സീനാണ്. അതാണ് ഗൈസ് കത്തിക്കണ സ്ഥലം. ഓ ചൂട് തീരല്ല. അയ്യോ കുഴങ്ങി ഗൈസ്. അതിന് നമ്മൾ പരിപാടി എന്താ വെച്ചാൽ ഇവിടെ കൂട്ടിയിട്ടേക്കാണ് ആ സാധനം കത്തിക്കാം. ഇത് അപ്പൂസിന് എന്താ പറയല്ലത്, ഓള് മുട്ടായൊക്കെ തിന്നാകെ മേത്ത് കൂടെ ആകെ ആക്കിയേക്കാണ് ഗൈസ് അല്ലേ. അപ്പോൾ പപ്പാൻ്റെ പൊന്ന് മുട്ടായൊക്കെ ആക്കിയില്ലേ മേത്ത് കൂടെ. ഞാനത് കത്തിച്ചിട്ട് വരാം. ഒന്നാമത് നല്ല ചൂടാണ്, വെയിൽ നല്ല അടിക്കുന്നുണ്ട് ഗൈസ്. ഇന്നലെ മഴ പെയ്ത്, ഇന്ന് മഴ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ചത്ത് അങ്ങനെ നമ്മൾ അയലൊക്കെ കഴിച്ചു കൊണ്ടുപോകണം. കാരണം അവിടെ എത്തുമ്പോൾ അയലുണ്ടാവില്ല കെട്ടാൻ. അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മൾ കെട്ടിയ അയലാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു കൊണ്ടുപോവാണ്. അയ്യോ എന്നെ കത്തിക്കൽ ആരംഭിക്കുകയാണ് ഗൈസ്. ഉണ്ടോ നല്ല ചൂട്. പെട്രോൾ ഒഴിച്ചോളി പെട്ടെന്ന് തപ്പെട്ടപ്പോൾ പരിപാടി വെച്ചു അല്ല. അപ്പോൾ അപ്പൂസ് ഇത് കണ്ട അന്തം മുട്ടിക്കുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് എന്താ പറ്റിയത്? അപ്പോൾ പപ്പാണ്ട് എന്താ പറയാത്ത, ഒന്നും മുണ്ടണില്ല ഒന്നുമില്ല. നേരത്തെ കൂടെ ഇറങ്ങി കളിച്ചോ നിനക്ക്? ഒക്കെ തീപ്പെട്ടി വേണം ഉണ്ടോ തോണി. എനിക്ക് എന്തേലൊക്കെ വേണ്ടി വരും. ചെറിയല്ലേ പന്നെ കത്തുന്നാണീ കണ്ടോ കട്ടുന്നുണ്ടോ? അപ്പോൾ ഗായ്സ് അപ്പോൾ ചാക്കും കെട്ടുകളും സാധനങ്ങളും ഒക്കെ സെറ്റായി. ഇത് നമ്മൾ കൊണ്ടുപോയി മേലെ പോയി കത്തിക്കാനുള്ള സാധനം. എന്നെ കൊണ്ടുപോല ഒരട്ടോളത് കൊണ്ടുപോയി തന്നെ ഞാൻ കുടുങ്ങിയിരുന്നു ഗായ്സ്. അപ്പോൾ ഇവിടുത്തെ റൂമിലൊക്കെ ഫുൾ ക്ലീനായി. ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ എന്താ പറയുക, ഇതിലിനി ഒന്നുമില്ല. നമ്മളെ തൊണ്ടുണ്ട്, പിന്നെ സ്പ്രേയും കവറും മാത്രമേ ഉള്ളൂ. പിന്നെ ഗായ്സ് എനിക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ച് എനിക്ക് സങ്കടമൊന്നുമില്ല. ഐ വെരി ഹാപ്പിനെസ് വെരി നോ ഗായ്സ്. ഞങ്ങൾ ഫുള്ള് സന്തോഷത്തിലാണ് ഇവിടെ നിന്ന് മാറുന്നത് ഗായ്സ്. ദിലുവിന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കെന്തിനാ സങ്കടം, അവർക്ക് അയൽവാസികളൊക്കെ തെറ്റി പോകുമ്പോൾ അവർക്ക് നല്ല സങ്കടമുണ്ട്. എനിക്കെന്താ വെച്ചാൽ ഇവിടെ അയൽവാസിയോട് പിരിഞ്ഞു എന്റെ പൊന്നെ. അപ്പോൾ അതിനുള്ള സങ്കടമാണ് ദിനുവിനുള്ളത്. എനിക്ക് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ വല്ല കമ്പനിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ എന്തായാലും ഒന്ന് മാറണല്ലോ. അപ്പോൾ അത് എത്തിയിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഗൈസ് ഇത് കൊണ്ടോട്ടോ അതിലോ ഗൈസ്. നമ്മളെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ട് 2ലേക്ക് കിടക്കാണ് ഗൈസ്. അപ്പോൾ അത് മൂന്നാമത്തെ വീഡിയോ, അത് പാർട്ട് 3. അതായത് പാർട്ട് 3ൽ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് സാധനം കെട്ടിങ്ങാണ്ട് നമ്മൾ വേണ്ട പോകുന്നതാണ്. യെസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ. ഏത് അന്നെങ്ങനെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? അപ്പൂസ ഗ്ലാസ് പൊട്ടി പറ്റും.
അപ്പോൾ ഗൈസ് അപ്പോൾ മൂന്നാമത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടുന്ന് സാധനം എടുത്തുങ്ങാണ്ട് അവിടെ കൊണ്ടുപോയി ഇറക്കി അവിടെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ. അപ്പോൾ യെസ് അപ്പോൾ